empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഴയ നിയമത്തിലെ റാഹാബിനെ കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. ജോഷുവയുടെ പുസ്തകത്തിൽ ജെറീക്കോ പട്ടണത്തിലെ ഒരു വിജാതീയ സ്ത്രീയായിരുന്നു റാഹാബ്. അവൾ എപ്രകാരമാണ് വിശ്വാസ വീരന്മാരുടെ നിരയിലേക്ക് എത്തിയതെന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് തൻ്റെ മാത്രം രക്ഷയ്ക്ക് വേണ്ടിയല്ല അവൾ അധ്വാനിച്ചത്. തൻ്റെ കുടുംബത്തെ മുഴുവൻ രക്ഷപ്പെടുത്തുവാനായി അവൾ എടുത്ത നിലപാടുകൾ എന്തെല്ലാം എന്നാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരും രക്ഷപ്പെട്ടു എന്നവൾ ഉറപ്പുവരുത്തുകയുണ്ടായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാമും നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കേണ്ടതിന്റെ ആവശ്യകത, അതിന്റെ പ്രാധാന്യം എന്തെന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മോട് പറയുകയായിരുന്നു. അപ്രകാരം കുടുംബം മുഴുവൻ രക്ഷപ്പെട്ട് ഇസ്രായേൽ സമൂഹത്തിന്റെ ഒരു ഭാഗമായി തീർന്ന് കർത്താവിനെ തന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒരു കുടുംബമായി റാഹാബിന്റെ കുടുംബം മാറുകയായിരുന്നു. സങ്കീർത്തകനായ ദാവീദ് 116-ാം അധ്യായം അവിടെ 12-13 തിരുവാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ദാവീദ് രാജാവ് ചോദിക്കുകയാണ്, എന്റെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ നന്മകൾക്ക് എനിക്ക് എന്താണ് പകരം കൊടുക്കാൻ സാധിക്കുക? ഉത്തരവും അദ്ദേഹം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ കർത്താവിന്റെ നാമം പാടി പുകഴ്ത്തും, രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിനെ ഞാൻ സ്തുതിച്ചു പാടുമെന്ന്. ഇത് തന്നെയാണ് റാഹാബും തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. കർത്താവ് തന്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ നന്മകൾക്ക് പ്രതിനന്ദിയായി അവൾ തന്റെ ജീവിതം കർത്താവിനെ ഏൽപ്പിക്കുകയായിരുന്നു. തന്റെ കുടുംബത്തെ കർത്താവിന് വേണ്ടി നേടുകയായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. കർത്താവ് പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട അഭിഷേകം സ്വീകരിക്കാനായി നമുക്ക് ഒരുങ്ങാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ അത് വേണ്ടുന്നതായ രീതിയിൽ ഗ്രഹിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ വേണ്ടുന്ന ഒരു അഭിഷേകം, അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആ നന്മയും കരുണയും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ എന്നപ്പാ പ്രാർത്ഥിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് നന്ദി പറഞ്ഞ് അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് ജീവിക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ എന്നപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അഭിഷേകം പകരണമേ. സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ, ദൃഢതയോടെ നിൽക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകും. ആമേൻ, ഹല്ലേലൂയ. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. പരിശുദ്ധാത്മാവേ, കൊടിയ കാറ്റടിക്കും പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകും. ഞങ്ങളുടെ മേൽ പകരണമേ. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. ഹല്ലേലൂയ.
ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുമ്പോൾ അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും. ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുമ്പോൾ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ഇറങ്ങി വരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, കർത്താവിനോട് ചേർന്ന് ഞങ്ങളെ ജീവിച്ച് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഈശോ ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്യുവാൻ, ഈശോ ആഗ്രഹിക്കുന്നത് മാത്രം പറയുവാൻ അമ്മേ മാതാവേ ആ ഒരു കൃപ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. വിശുദ്ധ യോസേപ്പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരിക്കലും കർത്താവിനെ വേദനിപ്പിക്കാതിരിക്കുവാനുള്ള ഒരു കൃപ യോസേപ്പിതാവേ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ റാഹാബിനെ കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. വളരെ നിസ്സാരയായിരുന്ന, സമൂഹ മധ്യത്തിൽ യാതൊരു വിലയും ഇല്ലാതിരുന്ന റാഹാബിലൂടെ കർത്താവ് എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു. ആ ഇസ്രായേൽ ചാരന്മാർക്ക് അവൾ സുരക്ഷ നൽകി, അവളെ എപ്രകാരം ആ ജെറീക്കോ പട്ടണത്തിന്റെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് അതിന് പുറത്തേക്ക് കടത്തിയെന്നും, അങ്ങനെ ഇസ്രായേൽ ജനത്തിന് തന്നെ വലിയ ഒരു ഇൻഫ്ലുവൻസ് ആയി റാഹാബ് എങ്ങനെയാണ് മാറിയതെന്ന് എല്ലാം നമ്മൾ കണ്ടതാണ്. തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൾ എടുത്ത ആ ഒരു എഫേർട്ട്, അതിലൂടെ അവളുടെ കുടുംബം മുഴുവൻ കർത്താവിന്റെ രക്ഷയിലേക്ക് കടന്നു വന്നതായി നമ്മൾ ശ്രദ്ധിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ കർത്താവ് എടുത്തുപയോഗിച്ച റാഹാബ്, അവൾ ബേസിക്കലി നമ്മൾ ആരംഭത്തിൽ കണ്ടു, അവൾ ഒരു വേശ്യയായിരുന്നു. സമൂഹത്തിൽ യാതൊരു വിലയും ഇല്ലാത്തവളായിരുന്നു. സ്വയം അവൾക്ക് തന്നെ വിലയിട്ടത് അതിലധികം ഒന്നും ഉണ്ടായിരിക്കുകയില്ല. സ്വയം താഴ്ത്തപ്പെട്ട്, അവഗണിക്കപ്പെട്ട്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ചവളായിരുന്നു റാഹാബ്. എന്നാൽ കർത്താവ് അവൾക്കിട്ട ഒരു വിലയുണ്ടായിരുന്നു. ആ വില, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മാറിയത്. കർത്താവ് അവൾക്ക് വിലയിട്ടപ്പോൾ എത്രമാത്രം വലിയ കാര്യങ്ങളാണ് അവൾക്ക് തൻ്റെ ജീവിതത്തിലൂടെ ചെയ്യുവാനായി സാധിച്ചത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നാം ഓരോരുത്തർക്കും നൽകുന്ന ആ ഒരു വില, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായി പോകുന്നത്. സമൂഹ മധ്യത്തിൽ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് തഴയപ്പെട്ടിരിക്കുന്നവരായിരിക്കാം, ലോകത്തിന്റെ ദൃഷ്ടിയിൽ യാതൊരു വിലയും ഇല്ലാത്തവരായിരിക്കാം. എന്നാൽ കർത്താവ് കാണുമ്പോൾ എന്താണോ നമ്മുടെ വില, അതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ, അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. കർത്താവിന്റെ കണ്ണുകളിൽ ഞാനും നീയും എന്താണോ അതിനെ പ്രാധാന്യമുള്ളൂ. മറ്റു ലോകം നൽകുന്ന ആ വലിയ പ്രോത്സാഹനങ്ങളും വലിയ വലിയ നല്ല വാക്കുകളും അതിനൊന്നും നിലനിൽപ്പില്ല. ഈ നിമിഷം ഒന്ന് പറയുന്ന അതേ വ്യക്തികൾ തന്നെ അടുത്ത നിമിഷം അത് മാറ്റി പറയും, നേരെ തിരിച്ചു പറയും. എന്നാൽ കർത്താവ് ഒരു വിലയിട്ടാൽ, കർത്താവ് ഒരു നല്ലത് നിന്നെക്കുറിച്ച് പറഞ്ഞാൽ അതിന് നിത്യതയോളം വിലയുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് റാഹാബിനിട്ട വില എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടു. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത, ആ ജെറീക്കോ പട്ടണത്തിലെ എത്ര വലിയ സ്ഥാനമുള്ളവർക്കും ചെയ്യാൻ കഴിയാത്ത വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് റാഹാബിനെ എടുത്തുപയോഗിക്കുകയായിരുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അത് എത്രമാത്രം ദയനീയം എന്ന് നമ്മൾക്ക് തോന്നിക്കോട്ടെ, നമുക്ക് ചുറ്റുമുള്ളവർക്ക് തോന്നിക്കോട്ടെ, പക്ഷേ
നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ കർത്താവ് അതെടുത്ത് ഉപയോഗിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ഉപകരണമായി നമ്മൾ മാറുകയാണ്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വലിയ വിലയുള്ളവരായി നമ്മൾ തീരുകയാണ്. പരിശുദ്ധ വചനത്തിൽ അതിന് ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ കർത്താവ് നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നുണ്ട്. ഈ റാഹാബിന്റെ ജീവിതം തന്നെ അപ്രകാരം എടുത്തുയർത്തപ്പെട്ട ഒരു ജീവിതമായിരുന്നു. പൗലോസ് സ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം, അവിടെ 1-ാം അധ്യായം അതിൽ 27-ഉം 28-ഉം തിരുവാക്യങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധയോടെ ഒന്ന് ശ്രവിക്കാം. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും. തുടർന്ന് വീണ്ടും കർത്താവ് പറയുകയാണ്, നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ട്യാ നിസാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ഇതിന്റെ ഓരോ വാക്യത്തിന്റെ ഓരോ ഭാഗത്തിന്റെ ആരംഭത്തിലും എടുത്തെടുത്ത് കർത്താവ് പറയുകയാണ്, ലോകദൃഷ്ടിയിൽ നിസ്സാരമായവയെ, ലോകദൃഷ്ടിയിൽ ഭോഷമായതിനെ. അതൊരിക്കലും ദൈവദൃഷ്ടിയിൽ അങ്ങനെയല്ല. കർത്താവിന്റെ ദൃഷ്ടിയിൽ അതെന്തായിട്ടാ മാറുന്നേ? ഇവയെക്കാളൊക്കെ ശക്തമായി ഏറ്റവും മെച്ചമായതായിട്ടാ മാറുന്നേ. ലോകദൃഷ്ടിയിൽ ഭോഷമാണെന്നോർത്ത്, ലോകദൃഷ്ടിയിൽ വിലയില്ലെന്നോർത്ത് കർത്താവിന്റെ മുൻപിൽ ഒരിക്കലും അതങ്ങനെയല്ല. റാഹാബിന്റെ ജീവിതം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ലോകദൃഷ്ടിയിൽ അവൾക്കൊരു വിലയും ഉണ്ടായിരുന്നില്ല. വളരെ താഴ്ന്ന, എല്ലാവരും കണ്ട, മാറ്റി നിർത്തപ്പെട്ട, അവഗണിക്കപ്പെട്ട, ഒരു മൂലയിലേക്ക് ഒതുക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു റാഹാബിൻ്റെത്. എന്നാൽ കർത്താവിന്റെ ദൃഷ്ടിയിൽ, കർത്താവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അവളുടെ ജീവിതം വളരെ വിലപ്പെട്ടതായി തീരുകയാണ്. തൻ്റെ കുടുംബത്തിന്റെ രക്ഷകയായി അവൾ മാറുകയാണ്. ഇസ്രായേൽ സമൂഹത്തിന് തന്നെ വലിയ വിലപ്പെട്ട നേട്ടങ്ങൾ കൊടുക്കുന്നവളായി അവൾ മാറുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന നമ്മുടെ അവസ്ഥയിൽ എന്തുമാത്രം താഴ്ത്തപ്പെട്ടവരാണ് നമ്മളെങ്കിലും, അവഗണിക്കപ്പെട്ടവരാണെങ്കിലും, കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ വിലയുള്ളവരാണ്. നമ്മൾ ഒത്തിരിയേറെ വിലയുള്ളവരാണ്. കർത്താവിനോട് ചേർന്ന് നമുക്ക് പോകാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം കർത്താവിന് അമൂല്യമാണ്. പ്രിയമുള്ളവരെ, ഇതുമായി ബന്ധപ്പെട്ട് എത്രമാത്രം വചനങ്ങൾ കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. ലോകം വളരെ നിസ്സാരരായി നമ്മെ കാണുമ്പോൾ, യാതൊരു വിലയുമില്ലാത്തവരായി നമ്മൾ കാണുമ്പോൾ, കർത്താവിനെ പ്രതി നിലപാടുകൾ എടുക്കുമ്പോൾ ഭോഷന്മാരായി നമ്മൾ കാണുമ്പോൾ, കർത്താവ് 1 കൊറിന്തോസിലൂടെ നമ്മളോട് പറയുകയാണ്, ലോകദൃഷ്ടിയിൽ ഭോഷമായതിനെയാണ് കർത്താവ് എടുത്തുപയോഗിക്കുന്നതെന്ന്. എന്തിനു വേണ്ടി? വിജ്ഞാനികളെ വെല്ലുവിളിക്കാൻ വേണ്ടി, അവരെ മറികടക്കാൻ വേണ്ടി. അങ്ങനെ ഭോഷന്മാരെന്ന് മുദ്ര കുത്തപ്പെട്ടവരെയാണ് കർത്താവ് എടുത്തുപയോഗിക്കുന്നത്. ഒരിക്കൽ കൂടി ആ 27-ാം വാക്യം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും. ലോകം തള്ളിക്കളഞ്ഞവരെ, ഒട്ടും ശക്തിയില്ലാതെ ബലഹീനം എന്ന് ലോകം വിളിച്ചവരെ കർത്താവ് ശക്തന്മാരെ വെല്ലുവിളിക്കാനായി എടുത്ത് ഉപയോഗിക്കുകയാണ്. അവരെക്കാൾ അധികമായ രീതിയിൽ കർത്താവ് അവരെ എടുത്ത് ഉപയോഗിക്കുകയാണ്. നാം ഓരോരുത്തർക്കും നാം കൊടുത്തിരിക്കുന്ന ഒരു വിലയുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അത് മാറ്റി എഴുതേണ്ട സമയമാണ്. കർത്താവ് എനിക്ക് നൽകുന്ന വില എന്ത്? അതായിരിക്കണം നമ്മുടെ മാർക്കായി മാറേണ്ടത്. ലോകം എന്തും പറഞ്ഞുകൊള്ളട്ടെ, ചുറ്റുമുള്ളവർ എന്തൊക്കെ കളിയാക്കിക്കൊള്ളട്ടെ, എന്തൊക്കെ പേരുകൾ നമ്മെ വിളിച്ചു കൊള്ളട്ടെ, നമ്മെ സൃഷ്ടിച്ച, നമ്മെ ഇപ്രകാരം മെനഞ്ഞെടുത്ത എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. റാഹാബ് അങ്ങനെയാണ് ചെയ്തത്. ചുറ്റുമുള്ളവർ പറയുന്നതും കേട്ട് അവൾ ഇരുന്നിരുന്നെങ്കിൽ അവൾക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ താൻ വിശ്വസിച്ച സത്യദൈവം, ആ ദൈവം തനിക്കിട്ടൊരു മാർക്ക്, അത് പ്രകാരമാണ് അവൾ മുന്നോട്ട് പോയത്. അപ്പോഴാണ് അവൾക്ക് തന്നെ ഒരു വിലയുള്ളതായി തോന്നിയത്.
ലോകം പറഞ്ഞത് കേട്ട് അവൾ ഇരുന്നിരുന്നെങ്കിൽ ജെറീക്കോയോടൊപ്പം അവളും നശിച്ചു പോയേനെ. എന്നാൽ കർത്താവ് നൽകിയ വിലയിലേക്ക് അവൾ കടന്നു വന്നപ്പോൾ വലിയ വിലയുള്ളവളായി പരിശുദ്ധ ഗ്രന്ഥത്തിൽ റാഹാബ് മാറുകയാണ്. ഇതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നമ്മൾക്ക് മറ്റൊരു സ്ത്രീയെ കാണുവാനായി സാധിക്കും, മഗ്ദലേന മറിയത്തെ. ഇതുപോലെ ലോകം അവളെ തഴഞ്ഞതായിരുന്നു. നമുക്കറിയാം, ലൂക്കാസ്ലിഹായുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം വാക്യത്തിൽ മറിയം മഗ്ദലേന എന്തായിരുന്നു എന്ന് കർത്താവിന്റെ വചനം അവിടെ പറയുന്നുണ്ട്. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിലും നിന്ന് വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആരുടെ ഒപ്പം? നമ്മുടെ ഈശോയുടെ ശിഷ്യന്മാരുടെ ആ സമൂഹത്തിൽ ഇവരും ഉണ്ടായിരുന്നു. ഈ അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരും സമൂഹം തഴഞ്ഞവരുമായി ഈ സ്ത്രീകളെ കർത്താവ് കൂടെ കൊണ്ട് നടക്കുമ്പോൾ കർത്താവ് അവർക്ക് കൊടുത്ത വില എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാകും. 7 അശുദ്ധാത്മാക്കളെ കർത്താവ് പുറത്താക്കിയവളായിരുന്നു മഗ്ദലേന മറിയം. സമൂഹത്തിൽ അവൾ എത്രമാത്രം തഴയപ്പെട്ടവളായിരുന്നുവെന്ന് ആ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയെ സമൂഹം എങ്ങനെയാണ് കാണുക എന്ന് നമുക്കറിയാം. അതുപോലെ എല്ലാവരും അവഗണിച്ച് ഒറ്റപ്പെട്ട് കളിയാക്കൽ ഏറ്റെടുത്ത് ജീവിച്ച ആ ജീവിതത്തെ കർത്താവ് എത്രമാത്രമാ ഉയർത്തിയേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സുവിശേഷങ്ങളിൽ മൊത്തം എടുത്തു നോക്കിയാൽ 12 തവണ മഗ്ദലേന മറിയം എന്ന പേര് കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. മറ്റേത് സ്ത്രീയെക്കാളും ഉപരിയായി കർത്താവ് മഗ്ദലേന മറിയത്തിന്റെ പേര് പരിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, സഭാപിതാവായ സഭയിലെ വേദപാരംഗതനായ തോമസ് അക്വിനാസ് ഈ മഗ്ദലേന മറിയത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ദി അപ്പോസൽ ടു ദി അപ്പോസൽസ്. അപ്പസ്തോലന്മാർക്ക് അപ്പസ്തോലയായി മാറിയവളായിരുന്നു മഗ്ദലേന മറിയം. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആദ്യം പ്രത്യക്ഷപ്പെട്ട മഗ്ദലേന മറിയം ആ വാർത്ത അപ്പസ്തോലന്മാരെ അറിയിക്കാനായി അയക്കപ്പെടുകയാണ്. അപ്പസ്തോലന്മാർക്ക് അപ്പസ്തോലയായി മാറിയ മഗ്ദലേന മറിയത്തിന്റെ ആരംഭം എവിടെയായിരുന്നു? സമൂഹം അവൾക്ക് നൽകിയ വില എന്തായിരുന്നു? എന്നാൽ കർത്താവിലേക്ക് അവൾ തിരിഞ്ഞ് കർത്താവിനോട് ചേർന്ന് അവൾ നടന്നപ്പോൾ അപ്പസ്തോലന്മാർക്ക് അപ്പസ്തോലയായി അവൾ മാറുകയാണ്. പുനരുത്ഥാനം ചെയ്ത കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലേന മറിയത്തിന്റെ മുൻപിലാണ്. കർത്താവ് വില നൽകിയവളായിരുന്നു മഗ്ദലേന മറിയം. കർത്താവ് വില നൽകിയവളായിരുന്നു റാഹാബ്. എന്നാൽ അവർ സമൂഹത്തിൽ പൊതുവായി നോക്കിയാൽ, ഭൗതികമായി ചിന്തിച്ചാൽ, ലൗകിക മാനദണ്ഡം അനുസരിച്ച് വിലയുള്ളവരായിരുന്നില്ല. എന്നാൽ കർത്താവ് അവർക്ക് വില നൽകിയിട്ടുണ്ടായിരുന്നു. കർത്താവിന്റെ സെലക്ഷൻ എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാം, സുവിശേഷങ്ങളിൽ കർത്താവ് തിരഞ്ഞെടുത്ത ഓരോ വ്യക്തികളും, അപ്പസ്തോലന്മാരാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തികളും സമൂഹത്തിൽ വലിയ പൊസിഷനിലൊന്നും ഉള്ളവരായിരുന്നില്ല. എല്ലാവരും സമൂഹം ഒറ്റപ്പെടുത്തി അവഗണിച്ച താഴത്തെ തട്ടിൽപ്പെട്ട ആളുകളായിരുന്നു കർത്താവിന്റെ അപ്പസ്തോലന്മാരെല്ലാവരും. കർത്താവിനെ ഫരിസേയരും അവരെല്ലാവരും കുറ്റപ്പെടുത്താൻ ഉപയോഗിച്ച ഒരു പദം എന്തായിരുന്നു? ചുങ്കക്കാരുടെ സ്നേഹിതൻ എന്നായിരുന്നു, പാപികളുടെ സ്നേഹിതൻ എന്നായിരുന്നു. ഒരിക്കലും സമൂഹത്തിന്റെ വിലയുള്ള തലങ്ങളിലേക്ക് അവരെ കൂട്ടിച്ചേർത്ത് കൊണ്ട് നടക്കുന്നതായി കർത്താവിന് നമ്മൾ ഒരിക്കലും കാണുന്നില്ല. അവഗണിക്കപ്പെട്ടവർക്ക്, പാപികൾക്ക്, ചുങ്കക്കാർക്ക്, സമൂഹം ഒറ്റപ്പെടുത്തിയവർക്ക് കർത്താവ് എന്നും സമീപസ്ഥനായിരുന്നു. വിലയില്ലെന്ന് സ്വയം മുദ്ര കുത്തിയവർക്ക് വില നൽകുന്നവനായിരുന്നു നമ്മുടെ കർത്താവ്. നമ്മൾ ഓരോരുത്തരും വർത്തിയാണെന്ന് കർത്താവ് നമുക്ക് ബോധ്യം നൽകുകയാണ്. കർത്താവിന്റെ സെലക്ഷൻ എപ്പോഴും അങ്ങനെയായിരുന്നു. ശക്തമായതിനെ ലജ്ജിപ്പിക്കാൻ വളരെ ബലഹീനമായതിനെ തിരഞ്ഞെടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമുക്ക് വീണ്ടും പഴയ നിയമത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. അവിടെ നമ്മൾ ദാവീദ് രാജാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ദാവീദ് രാജാവിനെ രാജാവായി അഭിഷേകം ചെയ്യുന്ന ആ ഒരു സമയം, അവിടെയും കർത്താവ് ശക്തന്മാരുടെ ഇടയിൽ നിന്ന് വളരെ നിസ്സാരനായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നത്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ 16-ാം അധ്യായം, അവിടെ നമുക്കറിയാം, സാമുവേൽ പ്രവാചകൻ ജെസ്സയുടെ ഭവനത്തിലേക്ക്, ബെത്ലഹേംകാരനായ ജെസ്സയുടെ ഭവനത്തിലേക്ക് പുതിയ രാജാവായി കർത്താവ് തിരഞ്ഞെടുത്തവനെ കണ്ടുപിടിക്കാനായി ചെല്ലുകയാണ്. അവിടെ ജെസ്സെ വളരെ ആത്മാഭിമാനത്തോടെ
തന്റെ 7 ആൺമക്കളെയും നിരത്തി നിർത്തുകയാണ് സാമുവേൽ പ്രവാചകന്റെ മുമ്പിൽ. ഏലിയാബ് വളരെ ശക്തനായ ധീരനായ പോരാളി, അതുപോലെ അഭിനാദാബ്, അതുപോലെ ഷമ്മ, ഇവരൊക്കെ നിരന്നു നിൽക്കുകയാണ്. ലൗകിക മാനദണ്ഡം അനുസരിച്ച് ഇവരെല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. പ്രവാചകനായ സാമുവേൽ വരെ ഏലിയാബിനെ വളരെ ശക്തനായ, വളരെ യോഗ്യനായ ഒരു കാൻഡിഡേറ്റായി കാണുകയാണ്. എന്നാൽ അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാര വടിവോ ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. കർത്താവിന്റെ ആ ഒരു മാനദണ്ഡം എന്താണെന്ന്, ഒരാൾക്ക് വിലയിടുന്നതിൽ കർത്താവ് എന്താണ് ശ്രദ്ധിക്കുന്നതെന്ന് ഇവിടെ പരിശുദ്ധ വചനം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മാനുഷികമായി നമ്മൾ എല്ലാവരും ബാഹ്യരൂപത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ ജസ്സയുടെ മക്കളിൽ മൂത്ത മകൻ വളരെ ബാഹ്യരൂപത്തിൽ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ കർത്താവ് അവനെ തിരസ്കരിച്ചതായിരുന്നു. കർത്താവ് അവന് സെലക്ഷൻ നൽകിയിട്ടില്ലായിരുന്നു. മറ്റുള്ളവരെല്ലാവരും, അവന്റെ അപ്പനും വീട്ടിലുള്ളവരും, ഈവൻ സാമുവേൽ പ്രവാചകൻ വരെ അവനെ സെലക്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, അവനല്ല. മനുഷ്യൻ ബാഹ്യരൂപത്തിലാണ് ശ്രദ്ധിക്കുന്നത്. ഹൃദയഭാവത്തിൽ ശ്രദ്ധിക്കുന്ന കർത്താവ് ആ വീട്ടിലെ ഏറ്റവും ബലഹീനൻ എന്ന് മുദ്ര കുത്തപ്പെട്ട, എല്ലാവരാലും സഹോദരന്മാരാലും പിതാവിനാലും ഒക്കെ അവഗണിക്കപ്പെട്ട ഇടയ ചെറുക്കനായിരുന്ന ദാവീദിനെയാണ് ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യുന്നത്. മനുഷ്യർ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ലോകം നമുക്കിടുന്ന മാർക്കിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്, ഞാൻ ഈ പ്രവർത്തിക്കുന്നതിനെ, ഞാൻ പറയുന്നതിനെ, ഞാൻ ചെയ്യുന്നതിനെ, എൻ്റെ നിലപാടുകളെ കർത്താവ് എപ്രകാരമാണ് കാണുന്നത്, കർത്താവ് എനിക്കിടുന്ന വില എന്താണ്, അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ലോകമിടുന്ന മാർക്കിന് പുറകെ പോയാൽ നമ്മൾ വഴിതെറ്റി പോകും എന്നത് തീർച്ചയാണ്. കർത്താവ് ഹൃദയഭാവത്തിലേക്കാണ് നോക്കുന്നത്. നമ്മൾ ലോകത്തെ കാണിച്ചു കൂട്ടാനായി, നല്ല പേര് കിട്ടാനായി കാണിക്കുന്നതൊന്നും കർത്താവ് മാർക്കിടുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ഹൃദയഭാവത്തിലേക്കാണ് കർത്താവ് നോക്കുന്നത്. അതനുസരിച്ചാണ് കർത്താവ് മാർക്കിടുന്നത്. ജസ്സയുടെ 8 മക്കളിൽ ഏറ്റവും തിരസ്കൃതനായിരുന്ന, ഏറ്റവും ബലഹീനനെന്ന് അവർ മുദ്ര കുത്തിയ ദാവീദാണ് ഇസ്രായേലിന്റെ എക്കാലത്തെ മഹാനായ ഒരു രാജാവായി മാറുന്നത്. കർത്താവ് അഭിഷേകം ചെയ്ത് വിലയിട്ട് അവനെ ഉയർത്തുകയായിരുന്നു. നാം ഓരോരുത്തരും ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ. ലോകം പറയുന്നത് കേട്ട്, നമുക്ക് ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ട് തകർന്ന് വ്യസനിച്ചിരിക്കാനല്ല കർത്താവ് നമ്മെ സെലക്ട് ചെയ്തിരിക്കുന്നത്. കർത്താവ് നമ്മെക്കുറിച്ച് എന്തു പറയുന്നു അത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടൂ. ലോകം പറയുന്നത് കേട്ടിരുന്നാൽ രാഹാബ് ഒരിക്കലും ഇപ്രകാരം പരിശുദ്ധ വചനത്തിൽ ഇടം നേടുകയില്ലായിരുന്നു. ദാവീദ് രാജാവ് കർത്താവിനെ മാത്രം നോക്കി നിന്നവനായിരുന്നു. അവന്റെ സഹോദരരും ചുറ്റുമുള്ളവരും പറഞ്ഞത് നോക്കിയിരുന്നാൽ ആ രാജാവായി അവൻ അഭിഷേകം ചെയ്യപ്പെടുകയില്ലായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നൽകുന്ന വാക്കുകൾക്ക് നമുക്ക് വില കൊടുക്കാം. കർത്താവ് എനിക്ക് നൽകുന്ന വില എന്താണോ അതായിരിക്കണം എൻ്റെ വിലയായി ഞാൻ കാണേണ്ടത്. അപ്പോഴാണ് തലയെടുപ്പോടെ കർത്താവിന്റെ മകളായി എനിക്ക് ജീവിക്കാനായി സാധിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് എനിക്ക് കർത്താവ് നൽകുന്ന വില എന്താണെന്ന് പരിശുദ്ധ വചനം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് എന്താ പറയുന്നേ? നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ്. നമ്മെ ഏറ്റവും പ്രിയങ്കരനായി കാണുന്ന നമ്മുടെ കർത്താവ് കൂടെ ഉള്ളപ്പോൾ എപ്പോഴും നമ്മൾ വിഷമിച്ചിരുന്ന് മറ്റുള്ളവരുടെ അവഗണനയെ, തിരസ്കരണത്തെ എല്ലാം നോക്കി അതിനെ വലുതായി കണ്ടിരിക്കുമ്പോൾ ഈ വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്, പ്രിയങ്കരനാണെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുന്ന കർത്താവിനെ നമ്മൾ തിരസ്കരിക്കുകയാണോ ചെയ്യുന്നത്? നാം സ്വയം ചിന്തിക്കുക പ്രിയമുള്ളവരെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം
അതിലെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വീണ്ടും കർത്താവ് നമ്മോട് പറയുകയാണ്, കണ്ടാലും കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. നാം അങ്ങനെയാണ് താനും. ദൈവമക്കളായി നമ്മെ ഉയർത്തിയ പിതാവിന്റെ സ്നേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ വിലപ്പെട്ടവനാണ്, ഞാൻ ബഹുമാന്യനാണ്, ഞാൻ എൻ്റെ കർത്താവിന് പ്രിയങ്കരനാണ് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വന്നുകൊണ്ട് ആ കർത്താവിന്റെ രാജവേലയിൽ കൂടുതൽ ശക്തിയോടെ തല ഉയർത്തി നിന്നുകൊണ്ട് നമ്മുടെ ആ ബലഹീനതകളെ പഴിചാരുന്ന, നമ്മെ കുറ്റപ്പെടുത്തുന്ന, നമ്മെ മാറ്റി നിർത്തുന്ന അതിനൊന്നും വില കൊടുക്കാതെ കർത്താവ് നമുക്ക് നൽകിയ വിലയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ദൈവരാജവേലയിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണം. അപ്രകാരം ഇവരൊക്കെ ചെയ്തപ്പോൾ ഈ വിശ്വാസ വീരന്മാരെല്ലാവരും അപ്രകാരം ചെയ്തവരാണ്. ലോകം തങ്ങളെ കുറ്റപ്പെടുത്തിയപ്പോൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ കർത്താവിനെ മാത്രം നോക്കിയവരെ കുറിച്ച് കർത്താവ് എന്താ പറയുന്നേ? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൽ 16-ാം തിരുവാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും. വിശ്വാസ വീരന്മാർ അവരെല്ലാവരും ഈ ലോകത്തിലുള്ളതിനേക്കാൾ ഒക്കെ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവുമായതിനെ ലക്ഷ്യം വെക്കുന്നു. അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല. അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഇപ്രകാരമുള്ള വിശ്വാസ വീരന്മാർക്കായി കർത്താവ് ഒരുക്കിയ നഗരത്തിൽ നമുക്കും ഇടം വേണ്ടേ പ്രിയമുള്ളവരെ? കർത്താവ് നൽകിയ ആ വില, കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് നൽകിയ വില, അതിനെ നോക്കിക്കൊണ്ട് തല ഉയർത്തിക്കൊണ്ട് ആത്മധൈര്യത്തോടെ ലോകത്തിന്റെ മുൻപിൽ കർത്താവിനെ പ്രതിയുള്ള നിലപാടുകൾ എടുക്കാൻ, ശക്തിയോടെ നിൽക്കാൻ, ആത്മധൈര്യത്തോടെ നിൽക്കാൻ നമുക്കാകണം. എൻ്റെ പ്രിയരെ, നമുക്ക് കർത്താവ് നൽകിയ ഈ ആഹ്വാനം സ്വന്തമാക്കാം. കർത്താവ് നൽകിയ വിലക്കനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് പോകാം. ദൈവമക്കൾ എന്ന പേരിന് നാം ഓരോരുത്തരും യോഗ്യരാണ്. കർത്താവ് നമുക്ക് നേടിത്തന്ന പേരാണത്. അത് സ്വന്തമാക്കി അതിൽ ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് നൽകിയ ആഹ്വാനങ്ങൾ നമുക്ക് സ്വന്തമാക്കാം, നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധാത്മാവിനോട് നന്ദിയുള്ളവരായി നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാനായി ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നന്ദി പറയുകയാണ്. ഈശോയെ, ഞങ്ങൾക്ക് വില നൽകിയ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. നീ എനിക്ക് വിലപ്പെട്ടവനാണ്, പ്രിയങ്കരനാണ്, ബഹുമാന്യനാണെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാലും അസാധ്യം എന്നു പറഞ്ഞ് സ്നേഹിതരേവരും മാറിപ്പോയിടും. പ്രത്യാശയില്ലാത്ത വാക്കു പറഞ്ഞ് പ്രിയരെല്ലാവരും മാറിപ്പോയിടും. ആരാലും അസാധ്യം എന്നു പറഞ്ഞ് സ്നേഹിതരേവരും മാറിപ്പോയിടും. പ്രത്യാശയില്ലാത്ത വാക്കു പറഞ്ഞ് പ്രിയരെല്ലാവരും മാറിപ്പോയിടും. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഞങ്ങൾക്ക് വിലയിട്ട, ഞങ്ങൾക്ക് വിലയുള്ളവരായി മാറ്റിയ ഞങ്ങളുടെ കർത്താവെ നന്ദി പറയുകയാണ്. എപ്പോഴും ഞങ്ങളോടൊപ്പമുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് നൽകിയ വിലക്കനുസരിച്ച് നമുക്ക് ജീവിക്കാം. തലയെടുപ്പോടെ, ആത്മധൈര്യത്തോടെ കർത്താവിനോട് ചേർന്ന് നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്ക് മുൻപോട്ട് പോകാം.
പരസ്പരം വാക്കുകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും എല്ലാം നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.